ഫാബ്സോൺവീൽസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ ഞാൻ വീട്ടിലാണുള്ളത്. ഞാനിപ്പോൾ എന്തായാലും വർക്ക്ഷോപ്പിലോട്ട് പോകാൻ പോവാണ്. അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നത് എപ്പിസോഡ് 7 ആണ്. അപ്പോൾ ഈ ലാസ്റ്റ് 5 അല്ലെങ്കിൽ 6 എപ്പിസോഡ് വരെ നിങ്ങൾ തന്നിരിക്കുന്ന ഒരു ബിഗ് സപ്പോർട്ടിന് ഒരു ബിഗ് താങ്ക്സ്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയിൽ ഒന്ന് ഫോളോ കൂടെ ചെയ്യുക. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഡെയിലി വീഡിയോ ഇടുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. ഡെയിലി ഇടുന്നതിന് നമുക്ക് ഇടുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ 1-2 ദിവസത്തെ വീഡിയോസാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ഒന്നിച്ച് ചേർത്തിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ചില ദിവസങ്ങളിൽ വർക്ക്ഷോപ്പിൽ പണി നടക്കത്തില്ല. വേറെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഒരുപാട് ടെക്നിക്കൽ എറേഴ്സ് അതിനകത്ത് സംഭവിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരു കാര്യം ചെയ്യുക. വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഡെയിലി വീഡിയോ ആവശ്യമാണെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ഒന്ന് നോട്ട് ചെയ്യുക ആ ഒരു കാര്യത്തെക്കുറിച്ച്. അപ്പോൾ നിങ്ങളുടെ ഒരു ഭൂരിപക്ഷം ഡെയിലി വീഡിയോ വേണോ വേണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് ആലോചിച്ചതിന് ശേഷം ഒരു തീരുമാനം എടുക്കാം. ഭൂരിപക്ഷം കമൻറ്റ് ഡെയിലി വീഡിയോ വേണം എന്നുണ്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി വീഡിയോ ചെയ്യാം. കൂടുതൽ ആരെയും വെയിറ്റ് ചെയ്യിപ്പിക്കും. നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ആ റണ്ണിങ് ബോർഡിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ശരിക്കും പറഞ്ഞാൽ ആ റണ്ണിങ് ബോർഡിൻ്റെ അവസ്ഥ നിങ്ങളിപ്പോൾ കണ്ടോണേ. ഇന്നലെ മനോട്ടൻ ലവിടിങ്ങനെ ഒന്ന് തട്ടിയായിരുന്നു. അപ്പോൾ അവിടെ വീണതാണ് ആ ഒരു പൊള്ളൽ ഫുള്ള്. ശരിക്കും പറഞ്ഞാൽ റണ്ണിങ് ബോർഡിന് ഈ ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് കളയേണ്ടതാണ്. സത്യം ഇതിനകത്ത് കവേർഡായിട്ടിരിക്കുന്ന ഒരു സാധനങ്ങളും ഇല്ല. എല്ലാം നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കേണ്ട സ്ഥലങ്ങളാണ്. ഇപ്പോൾ ബാക്കിലോട്ട് പോകുമ്പോൾ തട്ടുമ്പോൾ നിങ്ങൾ നോക്കണം അതിൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ചുറ്റലകത്തോട്ട് കയറിപ്പോകുന്ന രീതിയിലാണ്. ചുറ്റലകത്തോട്ട് കയറിപ്പോകുന്ന രീതിയിലാണ്. കണ്ടോ, അകത്തെല്ലാം പൊള്ളയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ചെയ്തെടുക്കുന്നതിന് ഒരു തരത്തിലുള്ള ഒരു നിർവാഹമില്ല. പക്ഷേ നമ്മൾ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റാക്കി എടുക്കാൻ നോക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളോട്ട് പോകാം. ഇപ്പം നിങ്ങൾ ഈ ഒരു വണ്ടിയുടെ ഈ ഒരു അവസ്ഥ ഉണ്ടല്ലോ, റണ്ണിങ് ബോർഡിൻ്റെ കാര്യങ്ങളില്ല. ഇനി അവിടെ എല്ലാം ഇത് കണ്ടില്ലേ, അവിടുത്തെ എല്ലാ കാര്യങ്ങളെല്ലാം പോയിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്കിത് റെഡിയാക്കി എടുക്കണം. നിങ്ങളുടെ സപ്പോർട്ടോടുകൂടി മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ളൂ. എന്തായാലും നമുക്ക് ബാക്കിയുള്ള കാഴ്ചയിലോട്ട് പോകാം. നമ്മൾ ഫ്രണ്ടിലത്തെ വർക്ക് തീർത്തിട്ടേ നമുക്ക് ഈ ഒരു ഭാഗത്തോട്ടൊക്കെ നമ്മൾ വരത്തുള്ളൂ. ആ ഫ്രണ്ടിലത്തുള്ള വർക്കിൻ്റെ കുറച്ച് പ്രോഗ്രഷൻ നടക്കുകയാണ് ഇവിടെ. അപ്പോൾ അതൊന്ന് വെൽഡ് ചെയ്തെല്ലാം സെറ്റ് ചെയ്ത് റെഡിയാക്കാനായിട്ടുണ്ട്. അതിലാണ് ഇപ്പോൾ മനോട്ടൻ. നമ്മൾ ആ ഫ്രണ്ടിലത്തെ സാധനം വെച്ചപ്പോഴത്തേക്ക് നമ്മുടെ വണ്ടി സ്ട്രോങ് ആയി കേട്ടോ. കാര്യം പറഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്. ആണോ, ഇളക്കിയെടുക്കാൻ പറ്റുന്ന ചേസാണോ? പുതിയ വണ്ടികളാണെങ്കിൽ സ്റ്റീയറിംഗ് ബോക്സ് ഒക്കെ ഇതിനകത്ത് തന്നെ. ഇപ്പോൾ മനോട്ടൻ പറയുന്നത് വെച്ചാൽ ഈ ചെയ്സ് ഫുള്ളായിട്ട് ഇളക്കി മാറ്റാൻ പറ്റുന്നൊരു ടൈപ്പ് ചെയ്സാണെന്നാണ് ആൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അതൊരു ഗുണമാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇളക്കി മാറ്റിയിട്ട് ചെയ്യാൻ പറ്റും അല്ലേ. ഇതിപ്പോൾ ഇവിടെ കുറച്ച് ഹോൾസ് ഉണ്ടായിരുന്നല്ലോ, ആ ഹോൾസൊക്കെ ഇടുകയാണല്ലേ മനോട്ടാ? ഇതിനകത്ത് കുറച്ച് ഹോൾസ് ഉണ്ടായിരുന്ന ഇടുകയാണല്ലേ? ഇത് വെൽഡ് ചെയ്യാണല്ലേ? ഓക്കെ, നമ്മളിത് ഇവിടെ വെൽഡ് ചെയ്യുകയാണേ. ആ ഹോൾസൊക്കെ ഉണ്ടായിരുന്ന ഹോൾസൊക്കെ നമ്മൾ 1-2 ഹോൾസൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട്. ഈ ഫ്രണ്ടിലത്തെ ഇപ്പം നമ്മളിന്ന് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു വർക്കാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു വർക്ക് ഇതായിരുന്നു. ഇതൊന്ന് കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ നമുക്ക് റണ്ണിങ് ബോർഡിലോട്ടും ബാക്കിലോട്ടും താഴത്തെ പാച്ച് വർക്കിലോട്ടൊക്കെ പോകാം. അതൊക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല എളുപ്പത്തിൽ പോകും അല്ലേ മനോട്ടാ? കാര്യം എന്ന് പറഞ്ഞാൽ അതിനകത്തൊന്നും നമുക്കിങ്ങനെ ചെയ്തെടുക്കാനായിട്ടൊന്നുമില്ല. കട്ട് ചെയ്യുക, മാറുക, അത്രേ ഉള്ളൂ അല്ലേ? കട്ട് ചെയ്യുക, മാറുക. ചിരിയുണ്ടോ? കട്ട് ചെയ്യുക, മാറുക. നമ്മൾ മനോട്ട മേടിച്ച 18-ൻ്റെ ഷീറ്റിനകത്ത് ഇനി ബാലൻസ് വല്ലതും ഉണ്ടോ? കാണിച്ച്. നമ്മൾ മേടിച്ചിട്ട് വന്നാൽ 18-ൻ്റെ ഷീറ്റിനകത്ത് ബാലൻസ് ഉണ്ട്. അതിപ്പോൾ മനോട്ടം പോയി എടുത്തിട്ട് വരിക. നമുക്ക് അതൊന്ന് നോക്കാം എത്രയും ബാലൻസ് ഉണ്ടെന്നുള്ളത്. നമ്മുടെ ഷീറ്റും കൊണ്ട് മനോട്ടം വരുന്നുണ്ടേ. തലയിലൊക്കെ പൊക്കി വെച്ചിട്ട് വരുന്നത്. മറ്റേത് ഓട്ടോയിൽ കൊണ്ടുവന്ന സീറ്റാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇത്രേ ഉള്ളൂ. എന്താ മനോട്ടം ഞാൻ നമ്മുടെ വ്യൂവേഴ്സ് ഞാനൊന്ന് കാണിച്ചിട്ട്. നമ്മൾ ചെയ്ത സാധനം ഇതാണ്. മേടിച്ചിട്ടുണ്ടായിരുന്ന ഷീറ്റ് 2 അല്ലേ?
18 രൂപ. അല്ല, ഈ 18-ൻ്റെ ഷീറ്റ് ഒരെണ്ണം മേടിച്ചു. രണ്ടടി 2 ഷീറ്റ് മേടിച്ചിട്ടില്ലേ? ഒരു ഷീറ്റ് 20 കേജിൻ്റെ 18-ൻ്റെ ഒരു ഷീറ്റ് ഉണ്ടായിരുന്നുള്ളൂ. ഈ 18-ൻ്റെ 2 അടി ഉണ്ടായിരുന്ന ഒരു ഷീറ്റിൽ നിന്നാണ് നമ്മൾ ഈ ഒരു സാധനം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ബാലൻസ് എത്ര ഉണ്ടോ നിങ്ങൾ കണ്ടോ? ഇത് ഇത്രയുള്ള ഒരു ഷീറ്റ് മാത്രമാണ് ബാലൻസ് ഉള്ളത്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഷീറ്റുകൾ കുറേ കയറുമല്ലേ അവനോട്ടാ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ പാച്ച് വർക്കിൽ കുറേ ഷീറ്റുകൾ, അത്യാവശ്യം നല്ലപോലെ ഷീറ്റുകൾ കയറി. കാര്യം ഈ 18-ൻ്റെ തകിട് അത്യാവശ്യം നല്ല ഗേജ് കൂടിയ തകിടാണ്. അതാണ് നമ്മൾ ഈ വെൽഡിങ്ങിനൊക്കെ വേണ്ടിയിട്ട്, ഈ ചേസിൻ്റെ വെൽഡിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ അത് അത്രയും നല്ല സ്ട്രോങ് ആയിരിക്കും. കാര്യം ഇത് ഡബിൾ വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു ഷീറ്റ് നമ്മൾ ചെയ്തെടുത്തിട്ട് കണ്ടോ, ഇത് ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇതെന്ന് പറയുന്നത് 2 പീസാണ്. 2 ഷീറ്റ് വെച്ചിട്ട് അതിനെ വെൽഡ് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്തിട്ടുള്ളത്. ഇത് കണ്ടോ, അത് ചെയ്തെടുക്കുന്നതിൻ്റെ ആ ഒരു രൂപമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിനി ബാക്കി കാഴ്ചകളിലോട്ട് നോക്കാം. പിന്നെ വേറൊരു കാര്യം എല്ലാവരോടും പറയാനുള്ളത്, നമ്മൾ ഓൾറെഡി ഞാൻ ആ ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഡെയിലി ഒബ്സർവേഷൻ വീഡിയോസ് ഇടുമ്പോഴത്തേക്ക് കുറച്ച് ലാഗ് വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. കാര്യം വേറൊന്നുമല്ല, കാര്യം ഇത് അത്യാവശ്യം കളറുള്ള കാഴ്ചകളൊന്നും ആയിരിക്കത്തില്ല. വെൽഡ് ചെയ്ത് നമ്മൾ ഓരോരോ പാർട്ടായിട്ട് ഇങ്ങനെ കവർ ചെയ്ത് വരുന്നതായിരിക്കും. അത്യാവശ്യം നല്ല ടൈം എടുക്കുന്നത് പാച്ച് വർക്കിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഡെയിലി ഒബ്സർവേഷനകത്ത് വരുന്ന കാര്യങ്ങളാണിത്. അപ്പോൾ നമുക്ക് ഇട്ടേ പറ്റത്തുള്ളൂ, കട്ട് ചെയ്ത് കളയാനായിട്ട് പറ്റില്ല. അതോടൊപ്പം തന്നെ നമ്മളെ ഡെയിലി ഫോളോ ചെയ്ത് വീഡിയോസ് കാണുന്നവർക്ക് അറിയാൻ പറ്റുന്ന വെച്ചാൽ ഈ വണ്ടിയുടെ ഗ്രാജുവലി ഉള്ള ഓരോ പ്രോഗ്രഷൻ നമ്മൾ ഡെയിലി ഉള്ള വീഡിയോസിൽ വരും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഫാബ്സ് ഓൺ വീൽസിൻ്റെ ഒരു ഫാമിലി ആയിട്ട് ഡെയിലി നിങ്ങൾ വീഡിയോസ് കണ്ടുവരുമ്പോഴത്തേക്ക് ഓവറോൾ അതിൻ്റെ എൻഡിങ് പാർട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത്രയും ക്യൂരിയസ് ആയിട്ടിരുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ കണ്ടില്ലേ, ഇതിപ്പം നമ്മുടെ ആ പാച്ച് വർക്ക് തുടങ്ങിയതിന് ശേഷമുള്ള ആ ഒരു പ്രോഗ്രഷനാണ് നമുക്കിപ്പോൾ കാണാനായിട്ട് കഴിയുന്നത്. എത്ര 2-3 ദിവസത്തെ വർക്കാണ് നമ്മളിത് സെറ്റ് ചെയ്ത് റെഡിയാക്കിയിട്ട് എടുത്തത്. ഇപ്പോൾ മനുവേട്ടൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആ ബാലൻസ് റാഡ് ഉണ്ടല്ലോ, ബാലൻസ് റാഡ് നമ്മൾ ഈ ഫ്രണ്ടിൽ ചെയ്തിട്ടിരിക്കുന്ന ഒരു ക്രോസ് ബമ്പറിൽ കണക്ട് ചെയ്ത് നോക്കുകയാണ്. അവിടെ ഹോൾ ഇടേണ്ടതായിട്ടുണ്ട്. ബാലൻസ് റാഡ് അതിനകത്ത് ഫിറ്റ് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് ഹോൾ ഇടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഹോൾ ഇടാനുള്ള ഒരു ഇത് കറക്റ്റ് ചെയ്യാണ് കക്ഷി. അപ്പോൾ ആ 2 സൈഡിലും ഇത് കണ്ടില്ലേ, ബാലൻസ് റാഡ് വരുന്നുണ്ട്. ബാലൻസ് റാഡിൻ്റെ ആ ബുഷ് വന്നിരിക്കുന്ന ആ ഒരു ക്ലാമ്പ് കറക്റ്റായിട്ട് നമുക്ക് ഈ ക്രോസ് ബമ്പറിൽ ഫിറ്റ് ചെയ്യണം. നമ്മളെ വണ്ടി അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ബ്രേക്ക് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ആ ഒരു ബാലൻസ് തെറ്റാതെ നോക്കുന്ന ഈ ഒരു ബാലൻസ് റാഡാണ് അല്ലേ വേണോട്ടാ. എന്തായാലും ആ ഹോള് ഇട്ട് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ആ നട്ട് വെച്ചിട്ട് ഫിറ്റ് ചെയ്തിട്ട് അത് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെന്തായാലും ചെയ്ത് തീരാറായി. ഇനി നമുക്കിനി ബാലൻസ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ആ നട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെ എന്തായാലും ഹോൾ അടിച്ച് ആ നട്ട് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത് 14-ൻ്റെ വോൾട്ട് ആയതുകൊണ്ട് കുറേ മേടിച്ചുകൊണ്ട് ഭാഗ്യമല്ലേ വേണേട്ടാ.
അങ്ങനത്തെ 2 ഹോൾ വരത്തില്ല ചേട്ടാ? ഒരു ഹോൾ അവിടെ ഉണ്ടല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ഇട്ട ക്രോസ് ബമ്പറിലാണ് ആ ഒരു ഹോൾ ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇപ്പുറത്തും കൂടെ ആ ഒരു ഹോൾ ഇടാനുണ്ടല്ലേ. ഇതിൽ ഒരു സൈഡ് ഫിറ്റ് ചെയ്ത് നമുക്കിനി ഇപ്പുറത്ത് ഫിറ്റ് ചെയ്യാനുള്ളതെന്ന് നോക്കാം. നമ്മൾ ഒരു സൈഡിലത്തെ ക്രോസ് ബമ്പറിൻ്റെ ആ ഒരു ബോൾട്ട് ഫിറ്റ് ആയിട്ടുണ്ട്. ഇനി അത് ഊരിയതിന് ശേഷം അതിൻ്റെ ത്രെഡ് കറക്റ്റായി. ഇനി അത് ഊരിയതിന് ശേഷം നമ്മൾ വീണ്ടും ഒന്ന് കണക്ട് ചെയ്തിട്ട് അത് ഫൈനലൈസ് ചെയ്ത് വെക്കും. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ നമുക്കിനി ചെയ്യാനായിട്ടുള്ളതാണ്. നമ്മളിപ്പോൾ ഇപ്പുറത്തെ സൈഡ് ഇപ്പോൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടേ. ഈ ഒരു സൈഡ് ഇപ്പോൾ അവിടെ വെൽഡ് ചെയ്ത് ആ ഒരു ഹോള് കറക്റ്റ് ആക്കിയതിന് ശേഷം നട്ടും ബോൾട്ടും വെച്ച് നമ്മൾ അപ്പുറത്ത് ഫിറ്റ് ചെയ്തതുപോലെ തന്നെ ഇപ്പുറത്തും ഫിറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ആ ഒരു ബാലൻസ് റാഡ് ഫിറ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ ഈ ഇപ്പം ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു സാധനത്തിന് പെയിൻറ്റ് ചെയ്യും. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യും. എന്തായാലും ആ ഒരു ക്രോസ് ബമ്പറിൽ നമ്മുടെ ആ ഒരു ബാലൻസിങ് റാഡ് ഫിറ്റ് ചെയ്യാൻ പോവാണ്. നമ്മളങ്ങനെ ആ ഒരു ക്രോസ് ബമ്പറിൽ അതിൻ്റെ ഒരു ബാലൻസിങ് റാഡൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പെയിൻറ്റിങ് സ്റ്റാർട്ടായിട്ടുണ്ട്. മനേട്ടൻ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് ഇപ്പോൾ പെയിൻറ്റിങ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് പെയിൻറ്റിങ് ഒക്കെ നോക്കാം. നമ്മൾ പാച്ച് വർക്ക് ചെയ്ത ഉടനെ തന്നെ മനേട്ടൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു പെയിൻറ്റിങ് ഇത് കാര്യം പെട്ടെന്നാണ് ഇതിനകത്ത് തുരുമ്പടിക്കുന്നത്. അപ്പോൾ ഉടനെ തന്നെ ഒരു പ്രൈമർ, ഒരു കോട്ടെങ്കിലും ഒരു പ്രൈമർ അടിക്കുന്നത് വളരെ നന്നായിരിക്കും. പിന്നെ ഇപ്പോൾ എന്തായാലും നമുക്ക് വർക്കൊക്കെ തീർന്നിട്ടൊന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ നമ്മളുടെ ഒരു പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഓൾമോസ്റ്റ് 2 ഡേയ്സിലൊരു എപ്പിസോഡാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ ഒരു ക്രോസ് ബമ്പർ കഷി റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനകത്ത് കുറച്ച് പാർട്സ് ഉണ്ടായിരുന്നു. ഈ പ്രൈമർ അടിച്ചിരിക്കുന്ന സൈഡെല്ലാം പോയിട്ടുണ്ടായിരുന്നു. അതായിരുന്നു അതിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ് നമ്മളിപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ കാണുന്നത്. അപ്പോൾ എന്തായാലും
അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ വരാം. അപ്പോൾ ഈ നോക്കിയാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പോൾ ഈ സൈഡൊക്കെ ഇനി ചെയ്യാനുണ്ട്. ഈ സൈഡും ഇതിപ്പോൾ കാണുന്നുണ്ട്. ആ ഒരു ക്രോസ് ബമ്പർ നമ്മൾ ഹാൻഡ് മെയ്ഡായിട്ട് തന്നെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ആ ഒരു ഷീറ്റ് തീരാറായി, അവിടെ കിടക്കുന്ന ആ ഒരു ഷീറ്റ് തീരാറായി. ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യാൻ പോകുന്നു പറഞ്ഞാൽ ഇതിൻ്റെ സൈഡിലോട്ടുള്ള ഈ ഒരു പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഈ ഒരു ബോഡിയിലോട്ടാണ് നമ്മളിനി കയറാൻ പോകുന്നത്. ഫ്രണ്ട് പിന്നീടായിരിക്കും ഇനി ചെയ്യാൻ പോകുന്നത്. മെയിനായിട്ടുള്ള ഒരു പണി നമ്മൾ ഫ്രണ്ടിലുണ്ടായിരുന്ന പണി ചെയ്തു. ഇപ്പോൾ ഈ കാണുന്ന പാച്ച് വർക്കും കാര്യങ്ങളും ഈ ഡോറിൻ്റെ സൈഡും റണ്ണിങ് ബോർഡ് ബാക്ക് അതുപോലെ തന്നെ അണ്ടർ ബോഡി ആ ഒരു സൈഡിലോട്ടൊക്കെയാണ് നമ്മളിനി കയറാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും ഇനി ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ കണ്ടതിന് ഒരു ബിഗ് താങ്ക്സ്. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അതും ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട. അപ്പോൾ എന്തായാലും നമ്മൾ താഴെ വരുന്ന കമൻറ്റിൻ്റെ അതനുസരിച്ചിട്ട് നമുക്ക് ഡെയിലി വീഡിയോ ചെയ്യണോ വേണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കും. ഭൂരിപക്ഷം കമൻറ്റ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളത് അങ്ങനെ തന്നെ ചെയ്യും. അപ്പോൾ എന്തായാലും വേറൊരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി വീഡിയോ ഇടുമ്പോഴത്തേക്ക് കൂടുതലൊന്നും എക്സ്പെക്ടേഷൻ ആണത് പാടില്ല. കാര്യം വേറൊന്നുമല്ല, ഡെയിലി എന്ന് പറയുമ്പോൾ ഈ പാച്ച് വർക്കും ഡെൻറ്റിങ്ങും പെയിൻറ്റിങ്ങും വർക്കൊക്കെ വരുമ്പോഴത്തേക്ക് മാക്സിമം ഭയങ്കര ലാഗായിരിക്കും വർക്ക് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡെയിലി ഒബ്സർവേഷൻ മാത്രമായിരിക്കും നമ്മൾ ഡെയിലി വീഡിയോ വഴി ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഭൂരിപക്ഷം നോക്കിയിട്ട് നമുക്കത് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഒരിക്കൽ കൂടി മച്ചാമാരെ ഗുഡ് ബൈ.